ഇന്ന് നമ്മൾ കുറച്ച് ഇഡിയംസ് പഠിക്കാൻ പോകുന്നു. ഇഡിയംസ് എന്നാൽ ശൈലികൾ. ഇന്ന് പഠിക്കുന്ന ഇഡിയംസിന് ഒരു പ്രത്യേകതയുണ്ട്. ഇഡിയംസിലെല്ലാം വേർഡ് എന്ന ഒരു വാക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളിന്ന് വേർഡ് ഇഡിയംസ് പഠിക്കാൻ പോകുന്നു. ഫസ്റ്റ് വൺ, വേർഡ് ഓഫ് മൗത്ത്. എന്താണ് വേർഡ് ഓഫ് മൗത്ത്? ചില കാര്യങ്ങൾ ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെയും ആവശ്യമില്ല. ഒരാൾ വേറൊരാളോട് പറഞ്ഞ് അയാൾ വേറൊരാളോട് പറഞ്ഞ് അങ്ങനെ ഇൻഫർമേഷൻ അങ്ങനെ സ്പ്രെഡായി പോവും. പല സ്ഥലങ്ങളിലേക്കും എത്തുന്നു. ഒരുപാടത് സ്പ്രെഡാവുന്നു. അതിനാണ് പറയുന്നത് വേർഡ് ഓഫ് മൗത്ത്. ഒരു എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കൂ. ഐ കെയിം ടു നോ അബൌട്ട് ദ ഈവൻറ്റ് ബൈ വേർഡ് ഓഫ് മൗത്ത്. ഞാൻ ആ ഒരു ഈവൻറ്റിനെ പറ്റി അറിഞ്ഞത് ബൈ വേർഡ് ഓഫ് മൗത്ത് ആണ് എന്ന് പറഞ്ഞാൽ മറ്റു ആളുകൾ, ആരെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടോ ഒക്കെയാണ് എന്നാണ് അതിനർത്ഥം. അപ്പോൾ വേർഡ് ഓഫ് മൗത്ത് എന്ന ഇഡിയത്തിൻ്റെ മീനിങ് മനസ്സിലായില്ലേ? നെക്സ്റ്റ് ഇഡിയം, വേർഡ് ഫോർ വേർഡ്. ചില ആളുകൾ ഒരാൾ പറയുന്നത് കേട്ട് ആ ഒരു കാര്യം വേറൊരാളോട് അയാൾ പറഞ്ഞ അതേ വേർഡൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു വേർഡും ഒരു വാക്കും വിട്ടുപോകാതെ മറ്റൊരാളോട് പറയും. അത് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. നല്ല ഓർമ്മശക്തി വേണം എന്ന് മാത്രമല്ല, അങ്ങനെ പറയാനുള്ളൊരു കഴിവും വേണ്ടേ. അപ്പോൾ ഓരോ വാക്കും അതേപോലെ തന്നെ കേട്ടതുപോലെ തന്നെ മറ്റൊരാളോട് പറയുന്നു. അതാണ് വേർഡ് ഫോർ വേർഡ് എന്ന് പറയുന്നത്. He told me what his teacher said word for word. He has a real good memory. He told me what his teacher said word for word. ഓരോ വേർഡും ഒട്ടും വിട്ടുപോകാതെ ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ അവൻ എന്നോട് പറഞ്ഞു. He has a real good memory. അവന് നല്ല മെമ്മറി ഉണ്ട്. നെക്സ്റ്റ് ഇഡിയം, എ വാർ ഓഫ് വേർഡ്സ്. എന്താണ് എ വാർ ഓഫ് വേർഡ്സ്? നമ്മൾ ഒരു ആൾ പറയുന്ന കാര്യങ്ങളോട് യോജിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അയാളോട് ഒരുപാട് സമയം അയാളോട് തർക്കിച്ചു കൊണ്ടിരിക്കുക. വളരെ സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻ, അത് വളരെ ദേഷ്യത്തോടു കൂടിയും ഒക്കെ അങ്ങനെ സംസാരിക്കും. ചില ആളുകൾ അങ്ങനെയാണ്. അതിങ്ങനെ വാദിച്ചു കൊണ്ടേയിരിക്കും കുറേ സമയം. അങ്ങനെ പറയുന്നതിനാണ് എ വാർ ഓഫ് വേർഡ്സ് എന്ന് പറയുന്നത്. She had a war of words with the team leader. Next idiom, I give you my word. I give you my word എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പറയില്ലേ ഐ പ്രോമിസ് എന്ന് പറയില്ലേ, അതിന് വേറൊരു തരത്തിൽ പറയുന്നതാണ് ഐ ഗിവ് യു മൈ വേർഡ് എന്ന്. അത് കുറച്ചുകൂടി ഒരു ഫോർമൽ വേയിലാണെങ്കിൽ നമുക്ക് ഇത്തരം ഇഡിയംസ് യൂസ് ചെയ്തുകൊണ്ട് പറയാം. അപ്പോൾ ഇന്നത്തെ ഇഡിയംസ് എല്ലാം യൂസ്ഫുൾ ആയിരിക്കും എന്ന് കരുതുന്നു.